ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കാന്താരി ചമ്മന്തി റെസിപ്പിയാണ് കേട്ടോ. അതിന് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. കുറച്ച് സവാള, കുറച്ച് കറിവേപ്പില, കുറച്ച് ജീരകം, ചെറിയ ജീരകമാണ്. പിന്നെ മെയിനായിട്ട് പറയാൻ കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് കാന്താരി മുളക് കൊണ്ട് പുറമേ നമ്മൾ കുറച്ച് മുളക് പൊടി ചേർക്കുന്നത് കേട്ടോ. അത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർക്കുന്നത് കേട്ടോ. കല്ലുപ്പാണ് ചേർക്കുന്നത്. പിന്നെ ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നല്ല രീതിക്ക് അരച്ചെടുക്കണം കേട്ടോ. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്, ചോറിന്, കഞ്ഞിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ്. നല്ല കാന്താരിയുടെ എരിവും മുളക് പൊടിയുടെ എരിവും ഒക്കെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ സവാളയ്ക്ക് പകരം ഞാൻ സാധാരണ ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത് കേട്ടോ. ഇന്ന് സമയം കുറവായതുകൊണ്ട് ഞാൻ സവാള ഇട്ട് ചേർത്തു. പക്ഷെ നിങ്ങൾ ആക്കുമ്പോൾ ചെറിയ ഉള്ളി ചേർക്കുക കേട്ടോ. ഒരു 5-6 പീസ് ചെറിയ ഉള്ളി ചേർത്ത് അരച്ചു നോക്കുക. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ചോറിന് കഴിക്കാനാണെങ്കിൽ കുറച്ച് പുളിയും കൂടെ ചേർത്ത് അരച്ചാൽ കുറച്ചും കൂടെ ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റിനാണ് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പുളി ചേർത്തില്ല. പിന്നെ ഇത് അമ്മിക്കല്ലിൽ അരച്ചെടുക്കാം. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇവിടെ അമ്മിക്കല്ലില്ല, അതുകൊണ്ട് ഞാൻ മിക്സിയിലിട്ട് അരച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ. നമ്മൾ ട്രിവാൻഡ്രം ഇങ്ങനെയാണ് ചമ്മന്തി ആക്കുന്നത്. നിങ്ങളുടെ അവിടേക്ക് ഇങ്ങനെയാണോ? ഇതിൽ വേറെ എന്തെങ്കിലും ചേർക്കും? പിന്നെ ഞാൻ ഇഞ്ചി ചേർക്കും കേട്ടോ. ഇഞ്ചി ഇവിടെ ഇന്നായപ്പോൾ ഇഞ്ചി ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു ചെറിയ കുഞ്ഞ് പീസ് ഇഞ്ചിയും കൂടെ ചേർക്കും. അതും കൂടെ ആകുമ്പോൾ പിന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ബൈ, എല്ലാവർക്കും താങ്ക് യു.